അല്ലേ വിളിക്കാതെ വന്ന് സദ്യ അടിച്ച ആൾ ഇവിടെ അടുത്തുണ്ട്. രണ്ട് കൂട്ടം പായസവും. ഓ ഹായ് ഗൈസ്, നമ്മളിപ്പോൾ യാത്രയിലാണ്. നമ്മളെ രണ്ടാമത്തെ യാത്രയാണ്. രാവിലെ നമ്മൾ വളാഞ്ചേരിക്കുള്ള ഒരു യാത്ര കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഏകദേശം 4-5 മണി സമയമായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്, ഇളം ചാറ്റൽ മഴയും നല്ലൊരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. നമ്മൾ രാവിലത്തെ യാത്ര അതാണ് വളരെ സ്പെഷ്യലായിട്ടുള്ള യാത്ര. വൈഫും കൂടെ ഉണ്ട്. അതൊരു മാരേജ് ആയിരുന്നു, എന്നെ വിളിച്ചൊരു മാരേജ്. അതെ, 2 കൂട്ടം പായസവും തട്ടി സദ്യ അടിച്ചു മാറിയിട്ട് ഒരാളിവിടെ നല്ല ഉറക്കമാണ്. സദ്യ കഴിച്ചിട്ട് പായസം അടിച്ചു മാറിയിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ആ ഒരു മാരേജ് ഈസ് വെരി സ്പെഷ്യൽ. വീണയുടെയും വിഷ്ണുവിൻ്റെയും മാരേജ് നമ്മളെടുത്ത് ഏകദേശം എനിക്ക് ഐ തിങ്ക് 3-4 ഇയേഴ്സ് ബാക്കാണ് വീണ നമ്മളെടുത്ത് കാടിയിൽ ജോയിൻ ചെയ്യുന്നത്. വിഷ്ണുവും സെയിം, അവരുടെ മാരേജാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, വെരി സ്പെഷ്യൽ. കാർഡിയ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക, ഇന്നത്തെ ഒരു മാരേജ് തീർച്ചയായിട്ടും എന്താ പറയുക അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. വീണ വിളിക്കുന്ന സമയത്ത് തന്നെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഞാൻ വൈഫിനോട് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ശരിക്കും നമ്മളിന്ന് രാവിലത്തേക്ക് എന്താ പറയുക യാത്ര ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു. അപ്പോൾ രാവിലെ മാരേജ് അറ്റൻഡ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ അതാണ് ഇപ്പോൾ രണ്ടാമത്തെ ജേണി എന്ന് പറയുന്നത്. അപ്പം നമ്മളെടുത്ത് പറഞ്ഞ പോലെ അവർ അല്ല വീണയും വിഷ്ണുവും കോഡിങ് പഠിക്കാൻ വേണ്ടി വന്ന് സർട്ടിഫിക്കേഷനൊക്കെ നേടി ജോലി കയറിയ ഈ ഒരു 3-4 ബാക്ക് ഇയേഴ്സ് അതിനുശേഷം ഇന്നിപ്പം എന്താ പറയുക മാരേജിലെത്തി നിൽക്കുന്ന ഈ ഒരു ടൈം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റിൽ ഒന്നാണ് നമ്മുടെ മാരേജ്. അപ്പം അതിന് ഞാൻ പറഞ്ഞതുപോലെ കാർഡിയക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. അവരിൽ അന്ന് ആലോചിച്ചു നോക്കുക, അന്ന് ആ ഒരു സമയത്ത് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത് നിങ്ങൾ വിചാരിക്കണം കേട്ടോ, ഇവിടെ നിന്നല്ല അവർ എന്താ പറയുക മീൻസ് എന്താ പറയുക മാരേജ് ഡിസിഷൻ ഒന്നും ഇവിടെ നിന്നല്ല വന്നത്. ഓൾറെഡി അവർ ആ മുന്നേ ഫിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ബട്ട് കാർഡിയയിലൂടെ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പനി തന്നെ അവർക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ലെവലിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അവിടെ തന്നെ അവരിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നല്ല പൊസിഷനിലേക്ക് ഇപ്പം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാക്കേജും നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്താ പറയുക മുന്നോട്ട് ആ ഒരു അത്രയും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് എക്സൽ. അവിടെ തന്നെയാണ് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞ പോലെ കരിയറിൽ ഇങ്ങനെ ഇതുപോലെയുള്ളൊരു മൊമെൻറ്റ് അല്ലേ, മാരേജ് പോലെയുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഇനി മുന്നോട്ടേക്ക് എന്താ പറയുക ഓരോ സ്റ്റെപ്പിലും അല്ലേ നമ്മളെ കരിയർ മാത്രമല്ല, കരിയറിൻ്റെ കൂടെ നമ്മൾ ലൈഫുമാണ് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആൾ പറഞ്ഞ പോലെ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് കോഡിങ്ങിലോട്ടേക്ക് എൻറോൾ ചെയ്ത് 3-4 വർഷം മുന്നേ ഒരു തീരുമാനം അല്ല എടുത്തെന്താ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. ഒരു എന്താ പറയുക ഇത് വീണയുടെ ഒരു വീഡിയോ നമ്മുടെ സെയിം ചാനൽ തന്നെ ഉണ്ട്. അന്ന് ആളുടെ വീട്ടിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഷെയർ സാറ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അല്ലേ അന്നത്തെ ആ ഒരു ഇതിൽ നിന്ന് വീണ എത്രയോ ചേഞ്ചായി. ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതും അല്ലേ. അന്ന് ചില ആൾ ജോബ് സെലക്ട് ആയ ടൈമിൽ ഡയറക്റ്റ് ഫ്രഷറായിട്ട് കയറിയ സമയത്ത് കയറുന്നതിൻ്റെ തൊട്ടും തലേ ദിവസമാണ് പോയെന്നു. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആളെന്ന് അവിടെ നമ്മുടെ കോഴ്സ് എടുത്തതും എക്സാം എഴുതിയതും എല്ലാം ഐ തിങ്ക് കുറച്ച് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയായിരുന്നു. ആ സ്ട്രഗിളിങ് ഫേസ് കഴിഞ്ഞ് വൺസ് എക്സ്പീരിയൻസ് ഒക്കെ ആക്കി മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഈ ഒരു ടൈം അല്ല, അതിന് ശേഷം ഇപ്പം മാരേജിൽ എത്തിക്കുന്ന ഈ ഒരു ടൈം ശരിക്കും നമ്മളെല്ലാം ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു ലെവലിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. മാരേജ് എന്നുള്ളതല്ല അല്ല, ലൈഫ് എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ മാരേജ് ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. അത് നമുക്ക് യാതൊരു കാരണവശാലും മാറ്റി വെക്കാൻ കഴിയില്ല. അതും ഇതെല്ലാം കരിയർ എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം തന്നെയാണ്. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ഈ ഒരു സെഷൻ വിഷ്വൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സൽമാൻ സാർ കൂടെ ഉണ്ടായിരുന്നു. സൽമാൻ സാർ സ്റ്റുഡൻ്റ് ആണ് വീണ ആക്ച്വലി. അപ്പോൾ പെരുന്തൽമണ്ണ ആ ഒരു പ്രൗഡ്നെസ് ഇല്ല സാറെ സംബന്ധിച്ചിടത്തോളം, സൽമാൻ സാർ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പറഞ്ഞ പോലെ വെറുതെ കരിയർ എടുത്ത് എന്താ പറയുക ജസ്റ്റ് ജോബിലൂടെ മാത്രം എൻറോൾ ചെയ്ത് പോകുക എന്നുള്ളതല്ല. അവരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കരിയറിൽ അപ്പ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അത് തന്നെയാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ എല്ലാ വീട്ടിലും പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. കുട്ടികൾ നമ്മൾ എൻറോൾ ചെയ്യുന്ന കുട്ടികൾ ആ തരത്തിൽ
വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നത് കാണുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങി കുറേ ദിവസം വയനാട് സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു ശരി സത്യം പറയുകയാണെങ്കിൽ അല്ലേ. വയനാട് ചുരത്തിൽ അറിയാലോ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചുരം സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ക്ലൈമറ്റാണ്, എന്താ പറയുക, ചെറിയൊരു മഴയും ചെറിയൊരു കോടയൊക്കെ ആയിട്ടുള്ളൊരു ഫീലുണ്ട്. പറഞ്ഞു വന്നതാണ് വിഷ്ണു അല്ലേ, വീണ, നമ്മുടെ സ്വന്തം ഗാർഡിയൻസ്. ഇങ്ങനെ തന്നെ നമ്മൾ ലൈഫിനെയും നമ്മുടെ കരിയറിനെയും ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് തന്നെയാണല്ലോ. നമ്മൾ മുന്നേ പലരെയും തന്നെ പറയാറുണ്ട് ഇതേ ഒരു സെയിം ഇതിൽ തന്നെ. ആ ഒരു പാറ്റേണിൽ എന്താ പറയുക, പാറ്റേണിൽ പെട്ട ആളുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. അത്ര നമ്മളത്ര ഇതിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അവരങ്ങനെ തന്നെ അതിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവലിലോട്ടേക്ക് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ കരിയറിനെ കാണണം, നമ്മുടെ ലൈഫിനെ അങ്ങനെ തന്നെ കാണണം. നമുക്ക് ഞാൻ പറഞ്ഞ മാരേജ് ഒന്നും നമുക്കതിൽ മാറ്റി വെക്കാനുള്ളതല്ല. എല്ലാം ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, മാരേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ആസ്പെക്ട്സിൽ ഇപ്പം മുന്നോട്ടേക്ക് ഇപ്പം പറഞ്ഞ വീണയ്ക്കും വിഷ്ണുവിനും മുന്നോട്ടേക്കും എന്താ പറയുക, കരിയറിലും ജീവിതത്തിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അല്ലേ, ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണത്. നമ്മളിതിൻ്റെ ഒരു മെയിൻ റോളിലേക്ക് നമുക്ക് എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഇവിടെ മീൻസ് ട്രെയിനിങ് കൊടുത്തവരുടെ ഇനീഷ്യൽ ലെവലിലൊരു പ്ലേസ്മെൻറ്റ്സ് എന്താ പറയുക കമ്പനിയിലോട്ടേക്ക് എൻറോൾ ചെയ്തു. അതിനുശേഷമുള്ള ഒരു ജേണി നമ്മൾ അവരിൽ എന്ത് ചെയ്യണം നോക്കി കാണാണ്. സ്റ്റിൽ ആ ഒരു സെയിം കമ്പനിയിൽ അവരെന്ത് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ ഏൺ ചെയ്തുകൊണ്ട് അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ മാരേജ് വന്നു അല്ല. ഇനി മുന്നോട്ടേക്കും ഇതിനനുസരിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക കളി പഠിക്കുന്ന ഗാർഡിയൻസിന് നമ്മൾ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണം. ഒരുപാട് കുട്ടികൾ അങ്ങനെ തന്നെ കറക്റ്റ് അത് ജസ്റ്റ് ഒരു കോഴ്സ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിനൊരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിലേക്ക് തന്നെ ആദ്യം ഇനീഷ്യൽ ഫോക്കസ് ചെയ്യുക അല്ലേ, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അല്ല, ഒരുപാട് നെഗറ്റീവ്സ് മറ്റുള്ളവർക്ക് പറയാനുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് പോസിറ്റീവ് സൈഡ് നമുക്ക് ഒരുപാടുണ്ട് അല്ലേ, 80% പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അപ്പോൾ ആ പോസിറ്റീവ്സ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ ലെവലിൽ വേണ്ടത്. ആ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ടേക്ക് വരും. ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ പിടിച്ച് മുന്നോട്ടില്ല. അതിപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നതല്ല, പുറത്താണെങ്കിലും അല്ലേ. ഇപ്പം വിഷ്ണു ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലാതെ അബ്രോഡൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം കൂടുതൽ വൈഡായിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് സൈഡൊക്കെ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം പല GCC രാജ്യങ്ങളും എന്താ പറയുക ഡിസംബർ ജനുവരി ഓൺവേർഡ്സ് കമ്മിങ് ഡിസംബർ 25 ഡിസംബറിൽ അല്ലെങ്കിൽ 26 ജനുവരിയൊക്കെ ആയിട്ട് എന്താ പറയുക ചില രാജ്യങ്ങൾ ഇൻഷുറൻസ് കമ്പൽസറി ആക്കുന്ന രീതിയിലേക്കുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പം അതൊക്കെ കൂടുതൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് നമുക്ക് കൂടുതൽ സാധ്യത ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് എന്താ പറയുക ഒരു സൈഡിലുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡ് നമ്മൾ കാണണം, അത് അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ സൈഡിൽ നമ്മളെ പാട്ട് എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, നല്ല ഏണിങ്സ് ഉണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കരിയർ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് എന്ത് ചെയ്യുക, പോയിക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 2 യാത്രയിലും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്ക് സന്തോഷം ഉണ്ടായത് പറഞ്ഞ പോലെ ആദ്യത്തെ യാത്ര അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിലും അവരെ ആശംസ അറിയിക്കാൻ കഴിഞ്ഞതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലൊക്കെ നമുക്ക് എന്താ പറയുക അതിയായ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. അപ്പം അവർക്ക് എല്ലാവിധ എന്താ പറയുക ജീവിതത്തിലും കരിയറിലും എല്ലാവിധ ഉയർച്ചകളും എന്താ പറയുക ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടേക്ക് കെയർ ആൻഡ് ബൈ.